നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? 2026 ജൂൺ മാസത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ദില്ലിയിലെ അധികാര സ്ഥിരാ കേന്ദ്രങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്ന തന്ത്രപരമായ മാറ്റങ്ങളാണ് ദേശീയ തലത്തിൽ സംഭവിക്കുന്നത്. വരാനിരിക്കുന്ന 2027 നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ മുൻനിർത്തി ഉത്തർപ്രദേശിൽ അരങ്ങേറുന്ന രാഷ്ട്രീയ നാടകങ്ങൾ കേവലം തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ മാത്രമല്ല, മറിച്ച് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ദേശീയ പാർട്ടിയായ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യചിഹ്നമാകുന്ന നിർണായക സംഭവ വികാസങ്ങളാണ്. ഈ കോൺഗ്രസിൻ്റെ കാലങ്ങളായുള്ള വല്യേട്ടൻ മനോഭാവത്തെ പ്രാദേശിക പാർട്ടികൾ അപ്പാടെ തള്ളിക്കളയുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുന്നത്. ആജിതക്ക് പുറത്തുവിട്ട ഏറ്റവും പുതിയൊരു വാർത്തയുണ്ട്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന കർശനമായ നിലപാടുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത ചില പ്രതിസന്ധികളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്ത് രാഷ്ട്രീയപരമായി ആര് ആധിപത്യം സ്ഥാപിക്കുന്നുവോ അവർ ദില്ലി ഭരിക്കുമെന്നൊരു ചൊല്ലുണ്ട്. 2027 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യ മുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ചകൾ സജീവമാകുമ്പോൾ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പുറത്തെടുത്തിരിക്കുന്ന തന്ത്രങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ആജിതക്ക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പോലെ ഇത്തവണ കോൺഗ്രസിന് അവർ ചോദിക്കുന്ന സീറ്റുകൾ നൽകുന്ന പഴയ രീതിയല്ല സമാജ്വാദി പാർട്ടി സ്വീകരിക്കാൻ പോകുന്നത്. സീറ്റ് വിഭജനത്തിനായി തികച്ചും യാന്ത്രികവും കർശനവുമായ ഒരു പുതിയ ഫോർമുലയാണ് അഖിലേഷ് യാദവ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിൽ കോൺഗ്രസ് തങ്ങളുടെ ദേശീയ പദവി ചൂണ്ടിക്കാട്ടി വിലപേശുകയും നിരവധി സീറ്റുകൾ നേടിയെടുക്കുകയും എന്നാൽ അവിടെയൊക്കെ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. ഈ ചരിത്രം തിരുത്തിക്കുറിക്കാൻ തന്നെയാണ് സമാജ്വാദി പാർട്ടിയുടെ തീരുമാനം. പുതിയ ഫോർമുല പ്രകാരം കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ഓരോ സീറ്റിലും അതിസൂക്ഷ്മമായ പരിശോധനകൾ നടക്കും. ആദ്യം കോൺഗ്രസിനോട് അവർ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ജില്ലകളും മണ്ഡലങ്ങളും ചോദിച്ചറിയും. അവിടെ കോൺഗ്രസ് നിർത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി ആരാണെന്നത് മുൻകൂട്ടി വെളിപ്പെടുത്തണം. ഈ സ്ഥാനാർത്ഥിക്ക് BJPയെ പരാജയപ്പെടുത്താൻ സാധിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം. ഇതുകൊണ്ടും തീരുന്നില്ല സമാജ്വാദി പാർട്ടിയുടെ നിബന്ധനകൾ. കോൺഗ്രസ് നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിലെ ജാതി സാമൂഹിക സമവാക്യങ്ങളുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നുണ്ടെന്ന് സമാജ്വാദി പാർട്ടി സ്വന്തം നിലയിൽ വിലയിരുത്തും. ഒപ്പം അതേ മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടിക്ക് ശക്തനായ മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി താരതമ്യം ചെയ്യും. ഇരുവരിൽ ആരാണോ BJPക്കെതിരെ ഏറ്റവും മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ പ്രാപ്തൻ ആ പാർട്ടിക്ക് ആ സീറ്റ് ലഭിക്കും. അതായത് സീറ്റ് വിഭജനത്തിൻ്റെ ഏക അടിസ്ഥാനം വിജയസാധ്യത മാത്രമായിരിക്കും. വെറുതെ മത്സരിക്കാൻ വേണ്ടി മാത്രം കോൺഗ്രസിന് സീറ്റുകൾ നൽകില്ല എന്ന് സമാജ്വാദി പാർട്ടി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ വോട്ട് ശതമാനം, സ്ഥാനാർത്ഥിയുടെ ജനകീയ അടിത്തറ എന്നിവയെല്ലാം കൃത്യമായി വിലയിരുത്തപ്പെടും. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി സ്വീകരിക്കുന്ന ഈ നിലപാട് വെറുമൊരു സീറ്റ് വിഭജന തന്ത്രം മാത്രമല്ല. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദശാബ്ദങ്ങളായി കോൺഗ്രസ് വച്ചു പുലർത്തിയിരുന്ന വലിയേട്ടൻ മനോഭാവത്തിനുള്ള ശക്തമായ പ്രഹരവും അന്ത്യശാസനവുമാണ്. ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ സംസ്ഥാനങ്ങളിലെ യാഥാർത്ഥ്യങ്ങളെ മറികടന്ന് പ്രാദേശിക പാർട്ടികൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് ശൈലിക്ക് ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്ഥാനമില്ല എന്ന് വ്യക്തമായ സന്ദേശമാണ് ഈ നീക്കത്തിലൂടെ സമാജ്വാദി പാർട്ടി നൽകുന്നത്. എന്തായാലും സമാജ്വാദി പാർട്ടി മുന്നോട്ട് വെച്ച ആ ഒരു ഫോർമുല കോൺഗ്രസ് അംഗീകരിക്കാൻ തരമില്ല. സ്വാഭാവികമായും ഇന്ത്യ മുന്നണി ഉത്തർപ്രദേശിൽ പൊളിയുമെന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവനും പൊളിയും. അങ്ങനെയാണെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2029 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുന്നത് സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ആയിരിക്കുമല്ലോ. ഈ രാഹുൽ ഗാന്ധി SP-യുടെ അതായത് സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയില്ലെങ്കിൽ അവിടെ എങ്ങനെ മത്സരിച്ച് ജയിക്കും എന്നുള്ളതാണ് ചോദ്യം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില സീറ്റുകളിൽ അവസാന നിമിഷം നടന്ന സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ ഇന്ത്യ മുന്നണിക്ക് UP-യിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്ന വിലയിരുത്തലിലാണ് അഖിലേഷ് യാദവ്. അതുകൊണ്ട് തന്നെ 2027 തെരഞ്ഞെടുപ്പിന് മുമ്പായി, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ജൂലൈ ആദ്യ വാരത്തോടെ തന്നെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ലക്നൌവിൽ ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ആകട്ടെ ചരിത്രത്തിലാദ്യമായി സ്വന്തം ശക്തി തെളിയിച്ച് മാത്രം സീറ്റ് നേടിയെടുക്കേണ്ട ഗതികേടിലേക്ക് ഉത്തർപ്രദേശിൽ കൂപ്പുകുത്തിയിരിക്കുന്നു എന്ന് വ്യക്തം. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും മഹാരാഷ്ട്രയിൽ ശിവസേന NCP സഖ്യവും ഇതേ നിലപാട് തന്നെയാണ് കോൺഗ്രസിനോട് സ്വീകരിക്കുന്നത്. പ്രാദേശിക നേതൃത്വങ്ങളെ അംഗീകരിക്കാനും യാഥാർത്ഥ്യ ബോധത്തോടെ വിട്ടുവീഴ്ചകൾ ചെയ്യാനും കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ സഖ്യങ്ങളിൽ അവർ പൂർണ്ണമായും ഒറ്റപ്പെടുമെന്നത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായി ഇപ്പോൾ മാറിയിരിക്കുന്നു. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയുടെ നിബന്ധനകൾക്ക് വഴങ്ങാൻ നിർബന്ധിതരാകുമ്പോൾ വിന്ധ്യ പർവ്വതങ്ങൾക്കിപ്പുറം ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ തികച്ചും വ്യത്യസ്തവും എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിനാശകരവുമായ മറ്റൊരു രാഷ്ട്രീയ ഭൂകമ്പമാണ് അരങ്ങേറുന്നത്.
ദശാബ്ദങ്ങളായി തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് ആധാരമായിരുന്നത് ദ്രാവിഡ മുന്നേറ്റ കഴകവുമായി ഉണ്ടായിരുന്ന സുദൃഢമായ സഖ്യമായിരുന്നു. എം കരുണാനിധിയുടെ കാലം മുതൽ സ്റ്റാലിൻ്റെ കാലം വരെ നീണ്ടുനിന്ന ഈ സഖ്യം ദേശീയതലത്തിൽ തന്നെ ഏറ്റവും വിജയകരമായ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളിൽ ഒന്നായി വിലയിരുത്തപ്പെട്ടിരുന്നു. എന്നാൽ സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള അമിത ആത്മവിശ്വാസവും തന്ത്രപരമായ തികഞ്ഞ അന്ധതയും ഇതുകാരണം കോൺഗ്രസ് DMKയുമായുള്ള ഈ ചരിത്രപരമായ സഖ്യം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് 2026 ഏറ്റവും വലിയ രാഷ്ട്രീയ മണ്ഡലമായി ഇപ്പോൾ മാറുകയാണ്. DMK സർക്കാരിനെതിരെയുള്ള സ്വാഭാവിക ഭരണവിരുദ്ധ വികാരവും സംസ്ഥാനത്തെ മാറുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളും മുതലെടുത്ത് തമിഴ്നാട്ടിൽ സ്വന്തമായി ഒരു വലിയ ശക്തിയായി മാറാമെന്ന വ്യാമോഹമാണ് കോൺഗ്രസിനെ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചത്. വലിയേറ്റ മനോഭാവം ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത കോൺഗ്രസ് നേതൃത്വം DMK മുന്നണിയിൽ തങ്ങൾക്ക് ലഭിക്കുന്ന പരിമിതമായ സീറ്റുകളിൽ അതൃപ്തരായിരുന്നു. കൂടുതൽ സീറ്റുകൾക്കും സംസ്ഥാന ഭരണത്തിൽ പങ്കാളിത്തത്തിനും വേണ്ടിയുള്ള അവരുടെ വിലപേശലുകൾ DMK നേതൃത്വം തള്ളിക്കളഞ്ഞതോടെയാണ് സഖ്യം പിരിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിയത്. എന്നാൽ ഈ നീക്കം കോൺഗ്രസിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായി മാറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. DMK മുന്നണി വിട്ട കോൺഗ്രസ് നേരെ ചെന്ന് കയറിയത് സൂപ്പർ സ്റ്റാർ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്ടിക്കഴകം എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ കൂടാരത്തിലാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒറ്റനോട്ടത്തിൽ തമിഴക വെട്ടിക്കഴകത്തിന് അനുകൂലമാണെന്ന തോന്നലാണ് കോൺഗ്രസിനെ ഈ സഖ്യത്തിന് പ്രേരിപ്പിച്ചത്. വിജയുടെ സിനിമകളിലൂടെയുള്ള വമ്പൻ ജനപ്രീതിയും യുവാക്കൾക്കിടയിലുള്ള സ്വാധീനവും ഒരു വലിയ വോട്ട് ബാങ്കായി മാറുമെന്നും ആ തരംഗത്തിൽ DMKയെയും AIADMKയെയും മറികടന്ന് തങ്ങൾക്ക് തമിഴ്നാട്ടിൽ അധികാരത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടി. എന്നാൽ ഈ കണക്കുകൂട്ടലുകൾ എത്രത്തോളം ബാലിശമാണെന്ന് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാകും. തമിഴ്നാട് രാഷ്ട്രീയം സിനിമാ താരങ്ങളെ ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടുള്ള ചരിത്രമുണ്ട്. എന്നാൽ അവർക്കെല്ലാം വ്യക്തമായ ഒരു രാഷ്ട്രീയ അടിത്തറയും ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ സംഘടനാ പിൻബലവും ഉണ്ടായിരുന്നു. വിജയുടെ പാർട്ടിക്ക് നിലവിൽ അത്തരത്തിലുള്ള യാതൊരു കേഡർ സംവിധാനവുമില്ല. വെറുമൊരു ഫാൻസ് അസോസിയേഷനെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുക എന്നത് തികച്ചും ദുഷ്കരമായ പ്രക്രിയയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് കോൺഗ്രസ് തങ്ങളുടെ മുഴുവൻ രാഷ്ട്രീയ ഭാവിയും TVKയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. പുതിയ പാർട്ടി എന്ന നിലയിൽ നിലവിലെ സാഹചര്യങ്ങൾ TVKയ്ക്ക് ഒരു താൽക്കാലിക ആവേശം നൽകുന്നുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് ഗോതയിൽ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ ഈ ആവേശം എത്രത്തോളം പ്രായോഗികമാകുമെന്നതാണ് വലിയൊരു ചോദ്യചിഹ്നം. ഈ സംഭവ വികാസങ്ങളെ കൂടുതൽ ആധികാരികമായി മനസ്സിലാക്കാൻ മറ്റു ദേശീയ രാഷ്ട്രീയ ഡാറ്റകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കുന്നത് പ്രാദേശിക പാർട്ടികൾ ശക്തമായ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് BJPക്കെതിരെ മികച്ച പ്രതിരോധം തീർക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചത് എന്നാണ്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ PDA തന്ത്രമാണ് അവിടെ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സഹായിച്ചത്. എന്നാൽ കോൺഗ്രസ് നേരിട്ട് BJPയുമായി ഏറ്റുമുട്ടിയ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അവരുടെ സ്ട്രൈക്ക് റേറ്റ് വളരെ പരിതാപകരമായിരുന്നു. ഈ ഡാറ്റ തന്നെയാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ സമാജ്വാദി പാർട്ടിയെ പ്രേരിപ്പിക്കുന്ന മുഖ്യ ഘടകം. മഹാരാഷ്ട്രയിലെ കണക്കുകളെടുത്താൽ അവിടെ ശിവസേന, ഉദ്ധവ് വിഭാഗം, NCP, ശരത് പവാർ വിഭാഗം എന്നീ പാർട്ടികളാണ് സഖ്യത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. അവിടെയും കോൺഗ്രസിന് തങ്ങളുടെ പഴയ പ്രതാപം അവകാശപ്പെടാനില്ല. പശ്ചിമ ബംഗാളിലാകട്ടെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് 2024 കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നൽകാൻ തയ്യാറായില്ല. സ്വന്തമായി മത്സരിച്ച തൃണമൂൽ കോൺഗ്രസ് വൻ വിജയം നേടുകയും ചെയ്തു. ഈ ഡാറ്റകളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ്. കോൺഗ്രസ് എന്ന കേന്ദ്ര ബിന്ദുവിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയം അവസാനിച്ചിരിക്കുന്നു. പകരം പ്രാദേശിക പാർട്ടികൾ കേന്ദ്ര ബിന്ദുവാവുകയും കോൺഗ്രസ് ഒരു ഉപഗ്രഹ പാർട്ടിയായി മാറാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്ന പുതിയ രാഷ്ട്രീയ വ്യവസ്ഥിതിക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. 2026 ഈ രാഷ്ട്രീയ ഭൂകമ്പങ്ങൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ സസ്പെൻസിൻ്റെ മുൾമുനയിൽ നിർത്തുകയാണ്. ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിൻ്റെ കർശന നിബന്ധനകൾക്ക് മുന്നിൽ കോൺഗ്രസ് എത്രത്തോളം പിടിച്ചു നിൽക്കും? സമാജ്വാദി പാർട്ടി നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാൻ യോഗ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കോൺഗ്രസിന് സാധിക്കുമോ? അതോ UPയിൽ അവർ പൂർണ്ണമായും നാമമാത്രമായൊരു പാർട്ടിയായി ഒതുങ്ങുമോ? ഈ ചോദ്യങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ആകാംക്ഷയാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത്.